നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അമ്മ മനഃപൂർവ്വം ചെയ്തതാണെന്നറിഞ്ഞ് ഹരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. നിനക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടോടി? ഹരി ചോദിച്ചു. ദേ, എന്നെ എടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മു ഹരിക്ക് നേരെ വിരൽ ചൂണ്ടി. വിളിച്ചാൽ നീ എന്തു ചെയ്യൂടി? നിന്റെ അച്ഛനോടും ഏട്ടനോടും പോയി പറഞ്ഞു കൊടുക്കുവോ? എന്നാൽ ചെല്ല്. നീയാണ് ഇന്നലെ അപകടം ഉണ്ടാക്കിയതെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം, ഹരി പറഞ്ഞു. നിങ്ങൾ ചെന്ന് പറയ്. ഞാൻ കാരണം നിങ്ങളുടെ രേവതടിയും ചുറ്റിക്കളികൾ നടക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി മനഃപൂർവ്വം അപകടം ഉണ്ടാക്കി ആ കുറ്റം എൻ്റെ മേലെ ചുമത്തുന്നതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം, അമ്മു പറഞ്ഞു. നീ എന്തിനു വേണ്ടിയടി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്? ഇത് നിന്റെ കൂടെ കമ്പനിയല്ലേ? നീ ഇന്നലെ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇന്ന് സൈറ്റിൽ വർക്കേഴ്സ് സമരത്തിലാ. അപകട ഇൻഷുറൻസ് കമ്പനി എടുത്തു കൊടുക്കണമെന്നും പറഞ്ഞ് ഹരി പറഞ്ഞു. അത് ന്യായമായ ആവശ്യമല്ലേ? സൈറ്റിൽ വർക്കേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടണ്ടേ? അമ്മു ചോദിച്ചു. സൈറ്റിൽ നിന്ന് വർക്കേഴ്സിന് അപകടം സംഭവിച്ചാൽ കുടുംബത്തിന് നഷ്ടപരിഹാരം കമ്പനി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അപകട ഇൻഷുറൻസ് കൂടി കമ്പനി എടുത്തു കൊടുക്കണമെന്നാ അവരുടെ ആവശ്യം. അതിനാ അവർ സമരം ചെയ്യുന്നത്, ഹരി പറഞ്ഞു. നല്ല ബുദ്ധിയും കഴിവുള്ള ആളാണല്ലോ കമ്പനി MD. അവരതിനുള്ള സൊല്യൂഷൻ കണ്ടോളും. നിങ്ങളതിൽ ടെൻഷൻ അടിക്കണ്ട, അമ്മു പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇത്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എന്നെ കൂടെ ബാധിക്കും. അതുമാത്രമല്ല, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാ നിന്റെ അച്ഛനും ഏട്ടനും കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിച്ചേ പറ്റൂ. നിനക്ക് ടെൻഷനൊന്നും ഉണ്ടാകില്ല. നിന്റെ അച്ഛനോ ഏട്ടനോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിനക്കൊന്നുമില്ല. നിന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു പോണം, അത്രയേ ഉള്ളൂ നിനക്ക്, ഹരി പറഞ്ഞു. നിങ്ങൾ വല്ലാതെ ആത്മാർത്ഥത അഭിനയിക്കണ്ട. നിങ്ങളിവിടുത്തെ ജോലിക്കാരനാ. നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത്, അത്രയുണ്ടാകൂ. എന്നിട്ടാ എന്നെ കുറ്റം പറയുന്നത്, അമ്മു പറഞ്ഞു. അതെടി, ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാ. ചെയ്യുന്ന ജോലിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. കാരണം ഇവിടെ ജോലി ചെയ്താണ് ജീവിക്കുന്നതെന്ന ബോധം എനിക്കുണ്ട്. നീ പറഞ്ഞതുപോലെ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് എനിക്ക് ജോലി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ ജോലി ചെയ്യുന്നുവോ അവിടെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം എന്നാ എൻ്റെ എത്തിക്സ്, ഹരി പറഞ്ഞു. നിങ്ങളുടെ ഒരു എത്തിക്സ്? എങ്കിൽ പോയി സൈറ്റിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വാ, അമ്മു പറഞ്ഞു. എൻ്റെ ജോലി അതായിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്യുമായിരുന്നു, ഹരി പറഞ്ഞു. നിങ്ങൾ കാരണമാണ് സൈറ്റിൽ പ്രശ്നമുണ്ടായതെന്നാണല്ലോ എൻ്റെ അച്ഛനും ഏട്ടനും വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിലിടപെടാലോ. ചെല്ല് എന്ന് പറഞ്ഞ് അമ്മു അവളുടെ സീറ്റിൽ പോയിരുന്നു. അഹങ്കാരി, നിന്റെ അഹങ്കാരം ഞാൻ കുറച്ച് തരാടി, ഹരി മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അവൻ്റെ സീറ്റിൽ പോയിരുന്ന് അവൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അരുൺ അവിടേക്ക് വന്നു. അരുണിനെ കണ്ടപ്പോൾ സർ എന്ന് വിളിച്ച് ഹരി അവിടുന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അമ്മു വേഗം അരുണിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഏട്ടാ, സൈറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞു. എല്ലാം തീർന്നോ? എന്ന് മൂളിയതിന് ശേഷം അരുൺ ഹരിയോട് പറഞ്ഞു. ഹരി, നീ പറഞ്ഞതുപോലെ തന്നെ 1 വർഷത്തിൽ കൂടുതൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് അപകട ഇൻഷുറൻസ് കൊടുക്കാൻ കമ്പനി തീരുമാനിച്ചു. അപകടം സംഭവിച്ചാൽ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്ന കോമ്പൻസേഷൻ ഒഴിവാക്കുകയും ചെയ്തു. അവരത് സമ്മതിച്ച് കരാറിൽ ഒപ്പിട്ടു. അത് കമ്പനിക്ക് കൂടുതൽ നഷ്ടാവില്ലേ ഏട്ടാ? കമ്പനിയിൽ എത്ര വർക്കേഴ്സ് ഉണ്ട്? അവരുടെ എല്ലാം പേരിൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കമ്പനിക്ക് വലിയൊരു നഷ്ടല്ലേ? വർക്കേഴ്സിന് വല്ലപ്പോഴും അല്ലേ അപകടം സംഭവിക്കാറുള്ളൂ, അമ്മു ചോദിച്ചു. വല്ലപ്പോഴുമാണ് അപകടം സംഭവിക്കുന്നതെങ്കിലും ആ സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് കോമ്പൻസേഷനായി പോകുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഇൻഷുറൻസ് തുക മാത്രം അടച്ചാൽ മതി. അതും 1 വർഷത്തിൽ കൂടുതൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മാത്രം. അങ്ങനെ വരുമ്പോൾ വർക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സൈറ്റിൽ വർക്ക് നിർത്തിവെക്കേണ്ട ആവശ്യം വരില്ല, അരുൺ പറഞ്ഞു. അവർ 1 വർഷത്തിൽ കൂടുതൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് എന്തുറപ്പാ ഉള്ളതേട്ടാ, അമ്മു ചോദിച്ചു. അത് വർക്കേഴ്സിൽ നിന്ന് എഴുതി വാങ്ങിയതിന് ശേഷമേ അപകട ഇൻഷുറൻസ് എടുക്കുകയുള്ളൂ, അരുൺ പറഞ്ഞു. ഇപ്പോൾ സൈറ്റിൽ വർക്ക് തുടങ്ങിയോ സർ, ഹരി ചോദിച്ചു. തുടങ്ങി ഹരി, നിങ്ങളുടെ വർക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് അരുൺ അവിടുന്ന് പോയി. ഹരി അമ്മുവിൻ്റെ മുഖത്ത് നോക്കി അവളെ പരിഹസിക്കുന്നത് പോലെ ചിരിച്ചു. എന്നിട്ട് അവൻ്റെ സീറ്റിൽ പോയിരുന്നു. ഛേ, ഇയാൾ ജയിക്കുകയാണല്ലോ ചെയ്തത്. കുറച്ചു മുമ്പ് വെല്ലുവിളി പോലെ പോയി പ്രശ്നങ്ങൾ തീർത്തിട്ട് വരാൻ പറഞ്ഞതായിരുന്നു. ഇപ്പം അയാളുടെ ഐഡിയയിൽ പ്രശ്നങ്ങൾ തീർന്നിരിക്കുന്നു. ഇനി അയാളുടെ അഹങ്കാരം ഒന്നുകൂടി കൂടും, അമ്മു ഓർത്തു. അരുൺ അവിടുന്ന് നേരെ രാജശേഖരൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. സൈറ്റിലെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുവിധം തീർന്നു അല്ലേ? തൊഴിലാളികൾ സമരം നിർത്താൻ കൂട്ടാക്കിയില്ലെങ്കിൽ ആകെ കുഴയുമായിരുന്നു, രാജശേഖരൻ പറഞ്ഞു.
ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നത് ശരി തന്നെയാ. എന്നാൽ ഇനി വർക്കേഴ്സിൻ്റെ ഇൻഷുറൻസ് സംബന്ധിച്ച പേപ്പേഴ്സ് വേഗം ശരിയാക്കണം, അരുൺ പറഞ്ഞു. HR-ന് മെയിലിട്, അവർ വേണ്ടത് ചെയ്തോളും. സൈറ്റിലെ സൂപ്പർവൈസേഴ്സ് വർക്കേഴ്സ് ഡീറ്റെയിൽസ് എടുക്കട്ടെ, രാജശേഖരൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട് അച്ഛാ, അരുൺ പറഞ്ഞു. അരുൺ, ആ നരേന്ദ്രൻ വിളിച്ചിരുന്നു. അവർ അടുത്ത മാസം വരുന്നുണ്ട്. അമ്മുവിൻ്റെയും കിരണിൻ്റെയും മാരേജ് ഫിക്സ് ചെയ്യണമെന്നാ അവരുടെ അഭിപ്രായം. കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ അമ്മുവിൻ്റെ ജാതകം അയച്ചു തരാൻ പറഞ്ഞ് അയച്ചു കൊടുത്തിരുന്നല്ലോ. അവരത് നോക്കി ചേരുമെന്നാ പറയുന്നത്. നമുക്കും ഒന്ന് നോക്കണം. കിരണിൻ്റെ ജാതകം നിനക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എടുക്ക്, രാജശേഖരൻ പറഞ്ഞു. അച്ഛാ, കല്യാണത്തിന് മുൻപ് അവരൊന്ന് തമ്മിൽ കണ്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും. അവരൊന്നിച്ച് ജീവിക്കേണ്ടതല്ലേ. വന്ന ഉടനെ കല്യാണം നടത്തുന്നത് എങ്ങനെയാ, അരുൺ ചോദിച്ചു. ആ അഭിപ്രായം നരേന്ദ്രനും ഉണ്ട്. അവർ കിരണിനെ അടുത്ത ആഴ്ച ഇവിടേക്ക് വിടുന്നുണ്ട്. കിരണും എൻജിനീയർ ആണല്ലോ. കുറച്ച് ദിവസം അമ്മുവിൻ്റെ കൂടെ ഇവിടെ നിന്ന് വർക്കെല്ലാം നോക്കട്ടെ. അവർക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാനും അടുക്കാനും കഴിഞ്ഞാൽ അത് നല്ലതല്ലേ, രാജശേഖരൻ പറഞ്ഞു. അത് നല്ലതാ അച്ഛാ. കിരണിനെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാലോ. അതിനുശേഷം മതി കല്യാണം, അരുൺ പറഞ്ഞു. കിരണിൻ്റെ ജാതകത്തിൻ്റെ കോപ്പി എടുത്തു വയ്ക്ക്. അത് അമ്മുവിൻ്റെ ജാതകവുമായി ഒത്തു നോക്കണം, രാജശേഖരൻ പറഞ്ഞു. ശരി അച്ഛാ എന്ന് പറഞ്ഞ് അരുൺ അവിടുന്ന് പോയി. അമ്മു ഹരി തലേദിവസം അവൾക്ക് ചെയ്യാൻ കൊടുത്ത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വരച്ചത് ശരിയാകാതെ അവൾ പേപ്പറുകൾ ചുരുട്ടി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരി കുറച്ച് ഫയലുകൾ എടുത്ത് പറഞ്ഞു. സൈറ്റിൽ പോവുക, വാ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇന്നില്ല. ഇത് വരച്ച് തീർക്കട്ടെ, അമ്മു ഹരിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഇത് അടുത്ത ആഴ്ച തീർത്താലും മതി. അപ്പോഴേക്കും ഒരു ബണ്ടിൽ പേപ്പർ കൂടി കൊണ്ടുവരാൻ പറയാം. ഇപ്പോൾ സൈറ്റിലേക്ക് വായോ, ഹരി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മു ദേഷ്യം വന്ന് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ഹരി അവൾ വരച്ച് ശരിയാകാതെ വലിച്ചെറിഞ്ഞ പേപ്പറുകളിലേക്ക് നോക്കാൻ മുഖം കൊണ്ട് കാണിച്ചു. ഒരുപാട് പേപ്പറുകൾ കീറി വലിച്ചെറിഞ്ഞിരിക്കുന്നത് കണ്ട് അവൾക്ക് ചമ്മൽ തോന്നി. ഇതെല്ലാം എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്. ഇവിടെ രാവിലെ മാത്രമേ ക്ലീനിങ്ങിന് ആൾ വരൂ, ഹരി പറഞ്ഞു. അവൾ അതെല്ലാം പെറുക്കി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടപ്പോൾ ഇനി വാ എന്ന് പറഞ്ഞ് ഹരി നടന്നു. അവൾ ബാഗിൽ നിന്ന് പേഴ്സ് എടുത്ത് അരുണിൻ്റെ അടുത്ത് പോയി കാശ് വാങ്ങി. അതിനുശേഷം പോയി കാറിൽ കയറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഹരി കാർ നിർത്തിയിറങ്ങി. അമ്മ ഇറങ്ങി ചുറ്റും ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത്? വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് കുറച്ച് ദൂരെയാ. ഇവിടെ നിർത്തി ഇവിടുന്ന് നടന്നു പോയാൽ മതി. നീയല്ലേ കൂടെ വരുന്നത്, ഹരി പറഞ്ഞു. എന്നിട്ട് അവൻ നടന്നു. ഓ, അപ്പോൾ ഇയാളെനിക്ക് പണി തരാനാണല്ലേ, അമ്മു മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ഹരിയുടെ കൂടെ നടന്നു. വെയിൽ കൊണ്ട് നടന്ന് അമ്മു സൈറ്റിലെത്തുമ്പോഴേക്കും ക്ഷീണിച്ചു. ബിൽഡിങ്ങിൻ്റെ ഒരു ഓരത്തായി പോയി അവൾ ഇരുന്നു. ഹരി അവിടെയെല്ലാം ചുറ്റി നടന്നു നോക്കി. എന്നിട്ട് സൂപ്പർവൈസറുമായി സംസാരിച്ചു. അതിനുശേഷം അമ്മു എവിടെ നോക്കുമ്പോൾ അവൾ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ട് അവൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു. എഴുന്നേറ്റ് വാ, മെഷർമെൻ്റ് എടുക്കാനുണ്ട്. നിങ്ങളെടുത്തോ, ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ, അമ്മു പറഞ്ഞു. അത് പറ്റില്ല, നിനക്കാ പഠിക്കാനുള്ളത്. നിനക്ക് എല്ലാം നന്നായി പഠിപ്പിച്ചു തരണമെന്ന് നിന്റെ അച്ഛനും ഏട്ടനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ചു തന്നിരിക്കും, എല്ലാം. ഹരി അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്നോട് പകരം വീട്ടുകയാണോ, അമ്മു ചോദിച്ചു. ഛേ, ഒരു പെണ്ണിനോട് പകരം വീട്ടാൻ ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. നിനക്ക് കുറച്ചല്ല കുറച്ചധികം പഠിക്കാനുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പം എഴുന്നേറ്റ് വന്ന് മെഷർമെൻ്റ് എടുക്ക്, ഹരി പറഞ്ഞു. അമ്മു ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് ചെന്നു. ആ സൈറ്റിലെ വർക്കെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ദീപക് അവൻ്റെ ബൈക്കുമായി വന്നു. അപ്പോൾ അമ്മു ഹരിയോട് പറഞ്ഞു, ഞാൻ കാറിനടുത്തുണ്ടാകും, പതുക്കെ നടന്നു വന്നാൽ മതി. എന്നിട്ടവൾ അതിൽ കയറിപ്പോയി.